റീസെന്റ് ഇയേഴ്സിൽ ജെഇ, നീറ്റ്, കീം പോലുള്ള എല്ലാ എൻട്രൻസ് എക്സാമുകൾക്കും ഫ്രീക്വന്റ്ലി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയായി ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ഓക്സിഡൈസിങ് ഏജന്റുകളും യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് വ്യത്യാസം വരുന്നതെന്ന് പല കുട്ടികൾക്കും ഡൗട്ടും ഉണ്ട്. ലെറ്റ്സ് അനലൈസ് ദിസ് ടോപ്പിക്. അപ്പോൾ ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തുന്ന പല രീതികൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ് ഇല്ല, പകരം ഒരു മെറ്റലിന്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇവിടെ കോപ്പർ മെറ്റലാണ് എടുത്തിരിക്കുന്നത്. ചില ജെഇ ചോദ്യങ്ങളിലൊക്കെ സിൽവർ മെറ്റൽ എടുക്കുന്ന രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്ന നോക്കിയേ, ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ആകാം, സെക്കൻഡറി ആകാം, ടെർഷറി ആകാം. പ്രൈമറി ആൽക്കഹോളിനെ കോപ്പർ അറ്റ് 573 കെൽവിൻ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്സിജനിലെ ഹൈഡ്രജനും ആ ഓക്സിജൻ കണക്ട് ചെയ്തേക്കുന്ന കാർബണിലെ ഒരു ഹൈഡ്രജനും കൂടെ H2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടും. സോ ആൻ H2 മോളിക്യൂൾ വിൽ ഗോ ഔട്ട്. ഓക്കെ, ഈ ഹൈഡ്രജനും പോയി, ഈ ഹൈഡ്രജനും പോയി, ബാക്കി ഉണ്ടാവുക CHO ആണ്. യു ഗെറ്റ് ആൻ ആൽഡിഹൈഡ്. സിമിലർലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണെന്നിരിക്കട്ടെ. സെക്കൻഡറി ആൽക്കഹോളിലെ ഓക്സിജനിലെ ഹൈഡ്രജനും ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബണിലെ ഹൈഡ്രജനും H2 മോളിക്യൂളായി എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ഫോമിങ് എ കീറ്റോൺ. സെക്കൻഡറി ആൽക്കഹോളിൽ കീറ്റോൺ ആണ് കിട്ടുക, പ്രൈമറി ആൽക്കഹോളിൽ ആൽഡിഹൈഡ് ആണ് കിട്ടുക. ഈ രണ്ട് പ്രോസസ്സുകളും നമ്മൾ ഡീഹൈഡ്രജനേഷൻ എന്ന് വിളിക്കുക. കാരണം ഹൈഡ്രജൻ ഇവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഡീഹൈഡ്രജനേഷൻ. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 573 കെൽവിൻ എന്ന് പറയുമ്പോൾ 300 ഡിഗ്രി ആയി. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടീഷൻ കൂടിയാണ്. ടെർഷറി ആൽക്കഹോൾ എടുക്കുമ്പോഴാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത്. ടെർഷറി ആൽക്കഹോൾ എടുക്കുന്ന സമയത്ത് ഓക്സിജന്റെ മുകളിൽ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ കണക്ട് ചെയ്തേക്കുന്ന കാർബണിൽ പോകാൻ ഒരു ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഇവിടെ ഡീഹൈഡ്രജനേഷൻ അല്ല നടക്കുക, പകരം ഡീഹൈഡ്രേഷൻ നടക്കും. എന്ന് വെച്ചാൽ ഈ മോളിക്യൂളിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ഈ OHും തൊട്ടടുത്ത ബീറ്റാ കാർബണിൽ ഒരു ഹൈഡ്രജനും പോയി ആൽക്കീൻ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാവുക. യു സി ആൻ ആൽക്കീൻ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ഡീഹൈഡ്രേഷൻ. ശ്രദ്ധിക്കുക, ആൽക്കഹോള് ആൽഡിഹൈഡോ കീറ്റോണോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഓക്സിഡേഷൻ കാറ്റഗറിയിൽ പെടും. അപ്പോൾ ഡീഹൈഡ്രജനേഷൻ വഴി ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക പ്രൈമറി സെക്കൻഡറി ആൽക്കഹോളിന്റെ കാര്യം മാത്രം. ടെർഷറി ആൽക്കഹോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇനി അങ്ങോട്ട് ഓക്സിഡൈസിങ് ഏജന്റുകൾ യൂസ് ചെയ്താൽ എങ്ങനെയാണ് വ്യത്യാസം വരിക നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകളെ പറ്റി നോക്കാം. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകളായി നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് 3 പേരെയാണ്. ഓക്കെ, ദർ ആർ 3 സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഒന്നാമത്തത് KMnO4 ഇൻ അസിഡിക് മീഡിയം. 2 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 ഇൻ അസിഡിക് മീഡിയം. മൂന്നാമത്തത് ക്രോമിക് ഓക്സൈഡ് CrO3 ഇൻ സൾഫ്യൂരിക് ആസിഡ് മീഡിയം. ഇതിനെ നമ്മൾ ജോൺസ് റിയേജന്റ് എന്നൂടെ വിളിക്കാറുണ്ട്. ജോൺസ് റിയേജന്റ്. 3 സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് നമുക്കുള്ള ഇവിടെ. ആൽക്കഹോളിന്റെ ഓക്സിഡേഷനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് എല്ലാം അസിഡിക് മീഡിയത്തിലാണ്. KMnO4 അസിഡിക് മീഡിയം, ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയം, CrO3 സൾഫ്യൂരിക് ആസിഡ് മീഡിയം, ജോൺസ് റിയേജന്റ്. ഇവരെന്താ ചെയ്യുന്നറിയോ? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രത്യേകത അവരിന്റെ അറ്റം കണ്ടിട്ടേ അടങ്ങും. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് അസറ്റാൽഡിഹൈഡ് ആക്കി അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആക്കി അവിടെ കൊണ്ട് റിയാക്ഷൻ നിൽക്കില്ല. കാർബോക്സിലിക് ആസിഡ് വരെ ഇവർ ഓക്സിഡൈസ് ചെയ്യും. ആൽക്കഹോളിനെയും ആൽഡിഹൈഡിനെയും ഒക്കെ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആക്കാൻ ആർക്ക് പറ്റും? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് പറ്റും. അതിനൊരു എക്സാമ്പിൾ എത്തനോൾ. ആദ്യം അസറ്റാൽഡിഹൈഡായി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, പിന്നീട് കാർബോക്സിലിക് ആസിഡായി ഫൈനലി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ഈ കാണുന്ന 3 ഓക്സിഡൈസിങ് ഏജന്റിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിലേക്കായിരിക്കും നമ്മുടെ റിയാക്ഷൻ നടക്കുക. ഇവിടെ തന്നിരിക്കുന്നത് പ്രൈമറി ആൽക്കഹോളിന്റെ കാര്യം മാത്രമാണ്. പ്രൈമറി ആൽക്കഹോൾ എന്തായിട്ട് മാറുക? പ്രൈമറി ആൽക്കഹോൾ ആദ്യമേ ആൽഡിഹൈഡായും ശേഷം കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സെക്കൻഡറി ആൽക്കഹോൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് കീറ്റോണിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. കീറ്റോണിൽ നിന്ന് ഫർദർ ഒരു ഓക്സിഡേഷൻ അവർക്കില്ല. കീറ്റോണിനെ പിന്നീട് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ വിഗറസ് കണ്ടീഷൻ കൊടുക്കേണ്ടി വരും. വിഗറസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ കീറ്റോണിനെ നമുക്ക് പിന്നീട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തൽക്കാലം അവിടേക്ക് പോകുന്നില്ല. നൗ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകൾ ആരൊക്കെയാണ്? KMnO4 ഇൻ അസിഡിക് മീഡിയം, ഡൈക്രോമേറ്റ് ഇൻ അസിഡിക് മീഡിയം, CrO3 ഇൻ H2SO4. അതിനിവിടെ സെപ്പറേറ്റ്ലി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജോൺസ് റിയേജന്റിന്റെ കാര്യം. പ്രൈമറി ആൽക്കഹോൾ ടു ആസിഡ്, സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ. അപ്പോൾ നോക്കിയേ, സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റുകൾ എടുക്കുമ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ ആദ്യമേ ആൽഡിഹൈഡ് ആയിട്ടും പിന്നെ അതിനെ ആസിഡായിട്ടും കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണായി മാറും. ഇനി നമുക്ക് കുറച്ചും കൂടെ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റുകളെ നോക്കാം. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്.
അവിടെ നമുക്ക് 3 പേരുണ്ട്. ശ്രദ്ധിക്കുക, ആദ്യത്തെ ആള് CrO3 തന്നെയാണ്, പക്ഷെ അസിഡിക് മീഡിയം ഇല്ല, അൺഹൈഡ്രസ് മീഡിയമാണ്. CrO3 അസിഡിക് മീഡിയത്തിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ, അൺഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഒന്നും ഇല്ലാത്ത അൺഹൈഡ്രസ് മീഡിയത്തിലാണെങ്കിൽ അയാൾ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റാണ്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. 3 മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട്. ഒന്ന് CrO3 അൺഹൈഡ്രസ് മീഡിയം, അടുത്തത് PCC ആൻഡ് ഫൈനലി PDC. PCC എന്ന് പറയുന്നത് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് എന്നും PDC പിരിഡിനിയം ഡൈക്രോമേറ്റ് എന്നും നമ്മൾ പറയാം. അത് നോക്കിയേ, പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആകുന്നു, സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ ആകുന്നു. ഈ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. CrO3 സൾഫ്യൂരിക് ആസിഡ് മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ അൺഹൈഡ്രസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ആൽക്കഹോൾ എന്തായി മാറും? ആൽഡിഹൈഡ്. സെക്കൻഡറി ആൽക്കഹോളോ കീറ്റോൺ. ഇതൊരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്, അത് കീറ്റോൺ ആയി മാറും. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആയതുകൊണ്ട് അത് ആൽഡിഹൈഡ് ആയി മാറും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PCC PDCയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. PCC PDC മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിലും അവർ ഒരിക്കലും മൾട്ടിപ്പിൾ ബോണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല, ഡബിൾ ബോണ്ടിനെ ഓക്സിഡൈസ് ചെയ്യില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. PCC PDC ഡസ് നോട്ട് ഓക്സിഡൈസ് മൾട്ടിപ്പിൾ ബോണ്ട്. സാധാരണഗതിയിൽ KMnO4 ഡൈക്രോമേറ്റ് ഒക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ അക്രോസ് എന്ത് ചെയ്യും? OH ഗ്രൂപ്പുകൾ വരും. ബേയസ് റിയേജന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്, ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലും OH ഗ്രൂപ്പുകൾ ആഡ് ആകപ്പെടും. പക്ഷേ PCC PDC യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയില്ല. ഇനി അസിഡിക് മീഡിയത്തിലാണെങ്കിൽ KMnO4 ഒക്കെ ആണെങ്കിൽ ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യാം. പക്ഷെ PCC യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, മൾട്ടിപ്പിൾ ബോണ്ട് അങ്ങനെ തന്നെ പ്രൊഡക്റ്റ് സൈഡിൽ റീറ്റെയിൻ ആവുന്നുണ്ട്. അത് PCC PDCന്റെ എക്സ്ക്ലൂസീവ് ഫീച്ചർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താലും, ഇപ്പോൾ എല്ലാ ഓക്സിഡൈസിങ് ഏജന്റുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് സമ്മറൈസ് ദിസ്. സോ നമ്മുടെ സമ്മറി എങ്ങനെ വരുന്നത് നമുക്ക് നോക്കിയാലോ. ലെറ്റ് സമ്മറൈസ്. ആദ്യത്തെ കാര്യം, നമ്മൾ പ്രൈമറി ആൽക്കഹോളിനെ എടുക്കാം. പ്രൈമറി ആൽക്കഹോളിനെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് നമുക്ക് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. കാർബോക്സിലിക് ആസിഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതൊക്കെയാണ്? 1 KMnO4 ഇൻ അസിഡിക് മീഡിയം, 2 K2Cr2O7 ഇൻ അസിഡിക് മീഡിയം, 3 CrO3 ഇൻ H2SO4 മീഡിയം, ജോൺസ് റിയേജന്റ്. ഓക്കെ, ഇനി പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ നമുക്ക് ആരെയൊക്കെ യൂസ് ചെയ്യാം? അവിടെ നമുക്ക് കോപ്പറേറ്റ് 573 യൂസ് ചെയ്യാം, 2 CrO3 അൺഹൈഡ്രസ് നമുക്ക് യൂസ് ചെയ്യാം, PCC യൂസ് ചെയ്യാം, PDC യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് സെക്കൻഡറി ആൽക്കഹോളിൻ്റെ കാര്യം. സെക്കൻഡറി ആൽക്കഹോളിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കീറ്റോൺ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതിന് ഈ കാണുന്ന സ്ട്രോങ്ങും വീക്കുമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ്ങും മൈൽഡുമായിട്ടുള്ള എല്ലാ ഓക്സിഡൈസിങ് ഏജന്റും നമുക്ക് എടുക്കാം. അപ്പോൾ KMnO4 ഇൻ അസിഡിക് മീഡിയം, K2Cr2O7 ഇൻ അസിഡിക് മീഡിയം, പിന്നെ CrO3 ഇൻ സൾഫ്യൂരിക് ആസിഡ്, ജോൺസ് റിയേജന്റ്, CrO3 അൺഹൈഡ്രസ്, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കോപ്പറേറ്റ് 573, ദെൻ PCC, PDC. ഇത്രയും ആൾക്കാരെ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ ആയിട്ടായിരിക്കും കൺവേർട്ട് ആവുക. കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് കുറച്ച് ചോദ്യങ്ങളോട് ട്രൈ നോക്കിയാലോ. സോ ഹിയർ വി ഗോ. ദ മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജന്റ് ഫോർ ദ കൺവേർഷൻ ഓഫ് എ പ്രൈമറി ആൽക്കഹോൾ ഇൻറ്റു ആൽഡിഹൈഡ്. ഇത് പ്രൈമറി ആൽക്കഹോൾ ആണ്, ഇതൊരു ആൽഡിഹൈഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ് ഇവിടെ ആരായിരിക്കും? നോക്കിയേ, KMnO4 ഉണ്ട്, K2Cr2O7 ഉണ്ട്. ഇവർ രണ്ടുപേരും എന്തായാലും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് നമുക്കറിയാം. അവർ പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡായിട്ടേ മാറ്റുള്ളൂ. അപ്പോൾ ഇവരെ രണ്ടുപേരും നമുക്ക് ഒഴിവാക്കാം. CrO3 ഏത് മീഡിയത്തിലാണ്? അൺഹൈഡ്രസ് മീഡിയം ആണോ അത് അസിഡിക് മീഡിയം ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഒരു നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ട്. PCC പക്ഷെ നമുക്കറിയാം അയാൾക്ക് പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അൺസർട്ടൻ ആണ്. നമുക്കറിയാം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ C സെലക്ട് ചെയ്യാം. PCC പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, 2 ചോദ്യങ്ങൾ ഞാൻ ഹാൻഡ് റിട്ടൺ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു X ഉണ്ട്, ഇവിടെ ഒരു Y ഉണ്ട്. ഇവരെ രണ്ടുപേരെ നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യത്തെ പ്രോസസ്സ് നോക്കുക. ഇവിടെ നമുക്കൊരു ആൽക്കീൻ ഉണ്ട്. ഈ ആൽക്കീനെ
ഇവിടെ ഒരു ആൽക്കഹോളും ഉണ്ട്, നമ്മളിതിനെ PDC ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക? നമുക്കറിയാം PCC PDC മൾട്ടിപ്പിൾ ബോണ്ടുകൾ അഫക്റ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, ഞാനിവിടെ PCC അതിന് ആഡ് ചെയ്യുക, കാരണം NCERT മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് PCC ആണ്. നമ്മൾ ആഡിങ് PCC ഹിയർ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഡബിൾ ബോണ്ടുകൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആൽക്കഹോളിനെ, സെക്കൻഡറി ആൽക്കഹോൾ ആയതുകൊണ്ട് അതിനെ കീറ്റോൺ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ ഓഫ് X. അടുത്ത പ്രോസസ്സ് നോക്കുക. ഇവിടെ ഒരു ആൽക്കീൻ കീറ്റോൺ പ്രൈമറി ആൽക്കഹോൾ, അതിനെന്താക്കി മാറ്റി? ആൽക്കീൻ കീറ്റോൺ ആൽഡിഹൈഡ് ആക്കി മാറ്റി. അപ്പോൾ നോക്കുക, ആൽഡിഹൈഡിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൽഡിഹൈഡിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? PCC PDC അല്ലേ? സോ വൈ വിൽ ബി PCC ഓർ PDC? ഓക്കെ, ഇനി 1-2 ചോദ്യങ്ങളൂടെ ഞാൻ എടുക്കാം. അടുത്തതൊരു JEE ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കിക്കേ, ഒരു പ്രൈമറി ആൽക്കഹോൾ എടുത്ത് ജോൺസ് റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ജോൺസ് റിയേജൻറ്റ് പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ CS3CH2OH ജോൺസ് റിയേജൻറ്റ് ശേഷം നമ്മൾ KMnO4 ഒഴിക്കുന്നുണ്ട്. രണ്ടുപേരും പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇതിനകത്ത് രണ്ടുപേരുടെയും കമ്പൈൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് ആദ്യമേ ഓക്സിഡേഷൻ നടന്ന് പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ടാണ് മാറ്റുക. ഓക്കെ, ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് ജോൺസ് റിയേജൻറ്റും ഇവിടെ പെടും ആൻഡ് KMnO4ഉം പെടും. രണ്ടുപേരുടെയും കമ്പൈൻഡ് ആക്ഷൻ എഫക്റ്റീവ്ലി കാർബോക്സിലിക് ആസിഡിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. ഇതിനെ നമ്മൾ NaOHും CaO ആയിട്ട് ട്രീറ്റ് ചെയ്യുക. NaOH CaO സോഡ ലൈം അല്ലേ? സോഡ ലൈം ഡീകാർബോക്സിലേഷൻ നടത്തി. ഡീകാർബോക്സിലേഷൻ എന്ന് പറയുമ്പോൾ ഈ എൻറ്റയർ COO ഗ്രൂപ്പ് ഇവിടെ നിന്ന് പോയി ഒരു കാർബൺ കുറവുള്ള ആൽക്കെയിൻ ആയിട്ട് മാറ്റുക. വിൽ ഗെറ്റ് മീത്തേൻ ആസ് എ എൻഡ് പ്രൊഡക്റ്റ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഇവിടെ D ആയിരിക്കും വരിക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എടുക്കാം. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. വെൻ വേപ്പേഴ്സ് ഓഫ് നീറ്റ് 2019 ചോദ്യമാണ്. വെൻ വേപ്പേഴ്സ് ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ ഈസ് പാസ്ഡ് ഓവർ ഹീറ്റഡ് കോപ്പർ at 573 Kelvin, the product formed is. സെക്കൻഡറി ആൽക്കഹോൾ എന്തായിട്ടാണ് മാറുക? സെക്കൻഡറി ആൽക്കഹോൾ വിൽ ബി കൺവേർട്ടഡ് ടു കീറ്റോൺ അല്ലേ? സോ ഡയറക്റ്റ് ചോദ്യമാണ്. നോക്കിയേ, ആൻസർ ഓപ്ഷൻ ഈസ് C ഹിയർ. അപ്പോൾ ആൽക്കഹോൾ, ഫീനോൾ, ഈ ഒരു ടോപ്പിക്കിലെ ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ എന്നുള്ള ഈ ഒരു എൻറ്റയർ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ കോൺസെപ്റ്റും ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജൻറ്റുകൾ നമ്മൾ മനസ്സിൽ വെക്കണം, എങ്ങനെ തെറ്റാണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ താങ്ക് യു ഓൾ. കൂടുതൽ ഇതേപോലത്തെ കോൺസെപ്റ്റുകളോടെ നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ബൈ.